കൂട്ടുകാരെ, അപ്പം ഞാൻ ഫുഡിൻ്റെ വീഡിയോ ഇടുമ്പോൾ കുറച്ച് പേര് വന്ന് ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ ഫുഡ് കഴിക്കുന്നു ഫുഡിൻ്റെ വീഡിയോ ഇടുന്നതെന്ന്. അപ്പോൾ എൻ്റെ ചാനൽ ഒരു കുക്കിംഗ് ചാനലാണ്. അപ്പോൾ അതിൻ്റെ അത് ഫുഡിൻ്റെ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. വേറെ എന്തിൻ്റെ അങ്ങനെ ഒത്തിരി നമുക്ക് വീഡിയോ ഇടാം. 1-2 ഒക്കെ ഇടുന്നതിന് കുഴപ്പമില്ല, ഒത്തിരി ഒന്നും ഇടാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ചോദിക്കേണ്ട, ഈ വീഡിയോ ഫുള്ള് കാണുക കേട്ടോ. അടിപൊളിയായി ചിരിക്കാനുണ്ട്. നിങ്ങൾക്ക് കമൻ്റ് ഇടാം, കമൻ്റ് ഇട്ടവരൊന്ന് അഭിപ്രായമൊക്കെ പറയാം കേട്ടോ. ആരും കമൻ്റ് ഇടയിലും ഒന്നുമില്ല, ഒരു കമൻ്റല്ലേ ഉള്ളൂ. എന്തിനാ ഇങ്ങനെ പിശുക്ക് കാണിക്കുന്നത് ഇട്ടോ. അപ്പം നമുക്ക് നോക്കിയാലോ. കൂട്ടുകാരെ, ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ഫ്രൈഡ് റൈസ് കേട്ടോ. നമ്മൾ ഇന്നലെ ചിക്കൻ മേടിച്ചായിരുന്നു. അപ്പോൾ അമ്മ ചിക്കനും പൊറോട്ട ഉണ്ടാക്കിയായിരുന്നേ. അപ്പോഴത്തേന് നമുക്ക് ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നും പറഞ്ഞ് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. അതിന് സാലഡുണ്ട്, നാരങ്ങാച്ചാറ്, ചിക്കൻ. ഞാൻ വീഡിയോ എടുക്കാൻ എടുത്ത് വെച്ചേക്കുന്നുണ്ട്. ചൂടാ, ഇച്ചിരി എങ്ങാനേ കഴിക്കുള്ളൂ. അപ്പം ഇനി ഇത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്. എൻ്റെ അമ്മയുടെ ഫ്രൈഡ് റൈസ് ഉണ്ട്. നല്ല ഇത് പച്ചപ്പട്ടാണി, ക്യാരറ്റ്, ചിക്കൻ, എഗ്ഗ്, ഉരുളക്കിഴങ്ങ്, ബീൻസ് പയർ, കാപ്സിക്കം, ഇതെല്ലാം ആയിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. ഇത് വീട്ടിലുണ്ടാക്കി തിന്നുവാണെങ്കിൽ സമാധാനത്തോടെ നമുക്ക് തിന്നാമല്ലോ. കടകളിൽ നിന്നൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ എത്ര രൂപ കൊടുക്കണം. ഞാൻ കഴിച്ച് നോക്കട്ടെ, എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ അല്ലേ. കഴിച്ച് നോക്കാവേ. എന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ നല്ല മേക്കപ്പൊക്കെ ചെയ്ത് സുന്ദരിയായിട്ട് നിന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ വീട്ടിൽ സാധാരണക്കാരാണ്, നമ്മൾ സാധാരണക്കാരെ പോലെ തന്നെയാണ്. അപ്പം മേക്കപ്പ് ചെയ്ത് മുടി ചീകിയില്ല, പക്ഷേ ചൂട് കാരണം ഇങ്ങനെ വെച്ച് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചൂട്. അപ്പം ഒരു തണുത്ത വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല എനിക്ക്. അപ്പോഴത് ഫാനിട്ട് കിടന്നപ്പോൾ തൊണ്ടയ്ക്ക് പ്രശ്നമായി. അപ്പം ഇനി നമുക്ക് അമ്മയുടെ ഫ്രൈഡ് റൈസ് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതാ ഇച്ചിരി കൂടെ പുറകോട്ട് വെക്കാം, അപ്പോൾ കാണാം. ഇനി ഫ്രൈഡ് റൈസ് നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ചിക്കൻ വേണ്ട, സൂപ്പറാ. ഈ സാലഡൊക്കെ എടുത്ത് വെച്ചേക്കുന്ന വീഡിയോ എടുക്കാൻ എടുത്ത് വെച്ചാൽ പക്ഷേ തിന്നു കഴിയുമ്പോൾ തൊണ്ടവേദനയും ചുമയായിരിക്കും. ഈ സബോള, തക്കാളിക്ക, അതാ ക്യാരറ്റ് കുഴപ്പമില്ല, തണുപ്പില്ലല്ലോ. ഈ തണുപ്പ് ഒരു സാധനം കഴിക്കത്തില്ല. കൂട്ടുകാരെ, ആദ്യക്കുട്ടിനും അമ്മയും കൂടെ പറഞ്ഞു ഇപ്പം വീഡിയോ ഫുഡ് കഴിച്ച് കാണിക്കുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞു. അപ്പം ആരോ കുറേ പേര് ഇപ്പം അത് കഴിച്ച് കഴിക്കുന്ന വീഡിയോ ഇടുന്നുണ്ടല്ലോ. അപ്പം ആദ്യക്കൂട്ടം കഴിച്ച് റീൽസായിട്ട് ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യക്കൂട്ടം എന്നോട് പറഞ്ഞിട്ട് പോയി അമ്മ അങ്ങനെ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അവൻ അവിടെ ഒരു ഇടം വരെ പോയേക്കുവാണ്. അപ്പം എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അതായത് ഞാൻ എടുത്ത് നോക്കുക, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് ചിരിച്ച് ഞാൻ ഒപ്പാട് വരും. ഇപ്പം കണ്ടാണ് എനിക്ക് അങ്ങനെ തിന്നാൻ അറിയത്തില്ല കൂട്ടുകാരെ. അതുപോലെ ഒത്തിരി കറി ഒഴിച്ച് ഇളക്കി വാരത്തിരുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇച്ചിരിച്ച് ഈ ചോറ് തന്നെ ഞാൻ പകുതി എന്നിട്ട് അമ്മയ്ക്ക് കൊടുത്തു, എല്ലാം പകുതി കൊടുത്തു. എനിക്ക് തിന്നാൻ പറ്റുന്നില്ല, ചൂടും കൂടെ അല്ലേ. പിന്നെ എനിക്ക് വേണമെന്നുമില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ച് വലിയ ഇതൊക്കെ കാണിച്ചാൽ നേരത്തെയൊക്കെയാണെങ്കിൽ പിന്നെയും ഇപ്പം വരുന്നില്ല. തിന്നാതിരുന്നിട്ട് ഈ വേണം. അപ്പം തിന്നും കൂടെ തന്നെ എൻ്റെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി എനിക്ക് തന്നെ അറിയാം. പിന്നെ ഇത് ഇപ്പോൾ എല്ലാവരും ചോദിക്കുക തിന്നുന്ന കാണിക്കാനാണ് വീഡിയോ. എൻ്റെ കുക്കിംഗ് ചാനലാണ്, ഇതിൻ്റെ അകത്ത് അതേ ഇടാനും പറ്റത്തുള്ളൂ.